വെൽക്കം ടു ലീവ് ഫോർ ട്രാവലിംഗ്. അങ്ങനെ ഞങ്ങൾ ഷാർം എൽ ഷെയ്ഖിൽ നിന്ന് കൈറോയിലെത്തി. കൈറോ ടു ലെക്സർ ജേണിയാണ്, ഒരു ട്രെയിൻ ജേണിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഇൻ്റർനാഷണൽ ട്രെയിൻ ജേണി. ഇതാണ് ഇവിടുത്തെ ഈജിപ്തിലെ ട്രെയിൻ. പക്ഷേ ഏറ്റവും വലിയ കഷ്ടം ഇവിടെ എല്ലാ നമ്പേഴ്സ് എല്ലാം ട്രെയിൻ നമ്പേഴ്സൊക്കെ അറബിയിലാണ്. അത് കുറച്ച് ഞങ്ങൾ കഷ്ടപ്പെട്ടു, ട്രെയിൻ നമ്പറും ഇതൊന്നും കണ്ടുപിടിക്കാൻ. ഇതാണ് ഞങ്ങൾ എടുത്തത് ഫസ്റ്റ് AC കൂപ്പയാണ്. സോ ഇതാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ വാഷ് ബേസിനൊക്കെ ഇതിനകത്ത് തന്നെ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കൺജസ്റ്റഡ് ആണ്, എന്നാലും ഓക്കെ. ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഇവിടെയാണ് നൈറ്റ് സ്പെൻഡ് ചെയ്യുന്നത്. 8 hours ജേണിയാണ്. നാളെ രാവിലെ ഞങ്ങൾ ലെക്സറിലെത്തും. അപ്പോൾ ഓവർ നൈറ്റ് ജേണിയാണ് ട്രെയിനിൽ നിന്ന്. ഇവിടുത്തെ ഫുഡാണ് എന്താണോ സംഭവം, ഇതെനിക്ക് പണി കിട്ടുമെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 5:30 ആയപ്പോൾ ലെക്സറിലെത്തി. ഇതാണ് ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ. പക്ഷേ ഹോട്ടലിൽ വന്ന് പോസ്റ്റ് അടിക്കലായിരുന്നു പണി. കാരണം എല്ലാ ഹോട്ടലിലും നിങ്ങൾക്കറിയാം ചെക്ക് ഇൻ ടൈം വന്നിട്ട് 11-12 o'clock ഒക്കെ മിനിമം ആകും. അപ്പോൾ ഞങ്ങളിങ്ങനെ ലോബിയിൽ കുറേ നേരം വെയിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ നല്ല കാര്യം എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ ഞങ്ങൾ പാവം വിശന്നൊക്കെ വന്നുകൊണ്ടായിരിക്കും അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പുറത്തുള്ളൊരു വ്യൂ ഇങ്ങനെ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഇത് കാണാം, ഇവിടുത്തെ ഒരു ഗാർഡനാണ്. ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യുകയാണിപ്പോൾ. അപ്പോൾ ബൊഫേ ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് റൂം ചെക്ക് ഇൻ ചെയ്യണം. ഇന്നങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇതാണ് ഞങ്ങളുടെ റൂം. ഇവിടുന്ന് ബാൽക്കണി തുറന്നപ്പോൾ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഗൈസ്, ഒരു രക്ഷയില്ല. ഞാനതൊന്ന് കാണിച്ചു തരാം നിങ്ങളെ. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത ലക്ഷറിലെ റൂം. നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആണ്. വാഷ്റൂം ആയാലും ബെഡ്റൂം ആയാലും ഒക്കെ. അങ്ങനെ രാത്രി 2:30 മണിക്കൊക്കെ എണീറ്റ് റെഡിയായി അവർ പിക്കപ്പ് ചെയ്യാൻ വന്നു. 4 o'clock ആയപ്പോൾ. ഞങ്ങൾ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് എങ്ങോട്ടെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഞങ്ങൾക്ക് ഈജിപ്തിൽ വന്ന് വട്ടായിട്ടൊന്നുമില്ല. ഞങ്ങളുടെ ഡ്രീം കം ട്രൂവിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ഹോട്ട് എയർ ബലൂൺ ട്രൈ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഈ ബോട്ടിലാണ് ഞങ്ങൾ അപ്പുറത്തെ സ്ഥലത്തേക്ക് അവർ കൊണ്ടുപോകുന്നത്. ഇവിടുന്ന് കുറച്ച് ഫോമൊക്കെ തരും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരൊക്കെ എന്താ ലൈറ്റായിട്ടൊക്കെ കഴിക്കുന്നുണ്ട്. ഫോമെല്ലാം ഡിക്ലറേഷൻ ഫോമെല്ലാം ഫില്ല് ചെയ്ത് ഈ ഒരു ബോട്ട് ജേണി കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തും. അവിടെ എത്തിയിട്ട് ഇവിടെ ഹോട്ട് എയറിൻ്റെ എയർ ബലൂണിലേക്ക് എയറൊക്കെ ഫില്ല് ചെയ്യുവാണ്. ഫയർ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും ക്യാപ്റ്റൻ. അത് കഴിഞ്ഞ് നമ്മൾ ടേക്ക് ഓഫിനായിട്ട് റെഡി ആവുകയാണ്. എൻ്റെ ലൈഫിലെ ഏറ്റവും ഒരു എക്സൈറ്റഡ് മൊമെൻ്റ് ആണിത്. എനിക്കത് എങ്ങനെ നിങ്ങളോട് പറയാമെന്ന് അറിയില്ല. ശരിക്കും ഒരു ഫീല് തന്നെയാണ്. ലൈഫിൽ ഒരു പ്രാവശ്യം നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുക തന്നെ വേണം. എന്നിട്ട് സൺറൈസ് ടൈമിൽ ഇവർ 360 ഡിഗ്രിയിൽ ഒരു വ്യൂ കാണിക്കും. ഓ മൈ ഗാഡ്. സോ ഗൈസ്, നമ്മുടെ വെസ്റ്റ് ബാങ്ക് ടൂറാണ് ലക്ഷറിൽ. സോ രാവിലെ നമ്മൾ ഹോട്ട് എയർ ബലൂണൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇന്ന് വെസ്റ്റ് ബാങ്ക് ടൂറാണ്. ഇത് ഞങ്ങൾ 2 days ആണ് ലക്ഷർ സ്പെൻഡ് ചെയ്യുന്നത്. ഒരു ദിവസം വെസ്റ്റ് ബാങ്ക് ടൂർ, ഒരു ദിവസം ഈസ്റ്റ് ബാങ്ക് ടൂർ. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ ഹോട്ട് എയർ ബലൂൺ വെസ്റ്റ് ബാങ്ക് ടൂർ ഇതാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. അതിൽ വാലി ഓഫ് കിങ്സ് ആണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത്. ഹോട്ട് എയർ ബലൂൺ നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് വാലി ഓഫ് കിങ്സ്. ഇവിടെ കുറേ തോംസിൻ്റെ ഇതുണ്ട്.
ഫസ്റ്റ് നമ്മൾ കിങ്ങിൻ്റെ റൈസിൻ്റെ ടോംബാണ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഓരോ ടോംബായിട്ട്, അതായത് ഒരു ടിക്കറ്റിൽ നമുക്ക് 3 ടോംബ് വിസിറ്റ് ചെയ്യാൻ പറ്റും. ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു ഓൾമോസ്റ്റ് നമ്മൾ ഫോറിനർ ഇവിടെ 600 ഈജിപ്ഷ്യൻ പൗണ്ടാണ്. 600 ഈജിപ്ഷ്യൻ പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ടിക്കറ്റിൽ 3 വിസിറ്റ് ചെയ്യാം. ഓരോരുത്തർ വിസിറ്റ് ചെയ്യുമ്പോൾ അവർ മാർക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ 3 നമ്മൾ വിസിറ്റ് ചെയ്യാനാണ് പോകുന്നത്. പിന്നെ ഇവിടെ മെയിനായിട്ട് 2 കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ക്യാരി ചെയ്യണം. ഒന്ന് നല്ലൊരു ഹാറ്റ്. ഞാൻ ഹാറ്റൊക്കെ കൊണ്ട് വന്നതാണ്, പക്ഷെ റൂമിൽ വെച്ചിട്ട് വന്നു. അതാണ് എൻ്റെ സ്വഭാവം. ആവശ്യമുള്ളിടത്ത് ഞാൻ എടുക്കൂല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെയിലൊക്കെ കൊണ്ട് നടക്കേണ്ടി വരും. അത് ഞാൻ നടക്കുവാണ്. അത് കഴിഞ്ഞിട്ട് വെള്ളം, അത് ഞാൻ ക്യാരി ചെയ്തു കേട്ടോ. അപ്പോൾ വെള്ളം, ക്യാപ്പ്, സൺസ്ക്രീൻ ഇടുക. അപ്പോൾ ഇത് 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇങ്ങനെ ഒരു ഓപ്പൺ പ്ലേസിൽ നല്ല സണ്ണ്. പിന്നെ ഇവിടെ കുറച്ച് കയറി വരുമ്പം ഷോപ്സൊക്കെ ഉണ്ട്, നല്ല ഈജിപ്ഷ്യൻ ഐറ്റംസ്, ഇങ്ങനത്തെ ബെല്ലി ഡാൻസിനൊക്കെ ഇടുന്നത്. എനിക്കിതിൻ്റെ അത് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല. പക്ഷെ നല്ല രസമുണ്ട് ബെല്ലി ഡാൻസിനൊക്കെ പറ്റിയ ഇത്. പിന്നെ ഹാറ്റ്സ്, ടീഷർട്ട്സ്. പക്ഷേ ഇവിടെ എന്തെങ്കിലും നമ്മൾ വില ചോദിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചെവി അവർ തിന്നും. നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോവാണ്. ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ എൻട്രി ചെയ്യും. കയറുമ്പോൾ തന്നെ ഇവിടെ അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഞങ്ങളുടെ ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്തു തരാണ് ഈ ഏരിയയെക്കുറിച്ചൊക്കെ. നമ്മളിത് വാലി ഓഫ് കിങ്സിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് മൂവ് ചെയ്യാണ്. പിന്നെ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കാർഡ്സ് ഉള്ളി അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ക്യാഷും കൊണ്ട് വന്നാൽ കാര്യം നടക്കില്ല. അങ്ങനെ നമ്മൾ വാലി ഓഫ് കിങ്സിൻ്റെ ടിക്കറ്റ് എടുത്തു. ഒരാളുടെ ടിക്കറ്റിൽ 3 ടോംബ് നമുക്ക് വിസിറ്റ് ചെയ്യാം. 20 ഈജിപ്ഷ്യൻ പൗണ്ട് പേ ചെയ്താൽ ഈ ക്യാബിൽ നമ്മളവിടെ ഇറക്കും. ഒരു ബഗ്ഗി സർവീസ് പോലെ. അതായിരിക്കും ബെറ്റർ. ഇത്രയും ഹോട്ടായിട്ടുള്ളതിൽ നമ്മൾ നടക്കുന്നതിനേക്കാളും ഇതാണ്. ഈ സർവീസ് കൊള്ളാം, വെയിലത്ത് നടക്കണ്ടല്ലോ. അങ്ങനെ നമ്മൾ വാലി ഓഫ് കിങ്സ് കാണാൻ പോവുകയാണ്. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളിവിടെ ഒരു 20 പൗണ്ട് കൊടുത്തിട്ട് ഈ സർവീസ് എടുത്തു. അതുകൊണ്ട് ഞാൻ ബാക്ക് സൈഡിലാണ് കയറിയത്, കാരണം ഈ ഒരു വ്യൂ കാണാൻ ബാക്ക് ചെയ്താണ്. സോ ഞാൻ ബാക്ക് സൈഡിൽ കയറി ഇരുന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കണ്ടോ, സൈഡ് ഫുൾ എന്താ അല്ലേ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ എൻട്രൻസിലിറങ്ങും, ടിക്കറ്റ് കൗണ്ടർ എൻട്രൻസിൽ നിന്ന്. പക്ഷെ ഇവിടെയും കുറച്ച് നടക്കാനുണ്ട്. ഇതാണ് ഞങ്ങൾ ലെക്ചറിൽ 2 ഡേയ്സ് ഹോസ്റ്റ് ചെയ്യുന്ന ഗൈഡ്. ഇമാൻ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയുടെ എക്സ്പ്ലനേഷനൊക്കെ നല്ല ഇത് തന്നെയാണ്. പക്ഷെ ഞാൻ ഹിസ്റ്ററി ക്ലാസ്സിൽ പെട്ടു എന്നൊരു സംശയം. He sleep inside his tomb, and one day he reincarnation again. ഇതെല്ലാം കാണുന്ന മാർബിൾ പോലെയാണ്. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു മാർബിളാണ്, പക്ഷെ ഇത് മാർബിൾ അല്ല, ലൈം സ്റ്റോൺ ആണ്. ഇതാണ് ഇവിടെ അത്ര ഈ കാണുന്നത്. ഡെസേർട്ടൊന്നും അല്ല ഇത്. നമ്മൾ ഈ മല പോലെ കാണുന്ന സംഭവം ഇതെല്ലാം കൊണ്ടുള്ള ഹൈ ഇതാണ്. നമ്മൾ എൻട്രി ചെയ്യാൻ പോവാണ്. ഓരോ ടോംബ് വിസിറ്റ് ചെയ്ത് ഇറങ്ങുമ്പോഴും പുള്ളി ഞങ്ങൾക്ക് ഹിസ്റ്ററി ക്ലാസ് എടുക്കും. പിന്നെയാണ് ഞങ്ങൾ ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞത്. പുള്ളി ശരിക്കും ഒരു കോളേജ് പ്രൊഫസറാണ്. ഫ്രീലാൻസറായിട്ട് ഗൈഡായിട്ട് ടൂറിസ്റ്റിന് ഇറങ്ങുന്നതേ ഉള്ളൂ. ശരിക്കും പുള്ളി ക്ലാസ് എടുക്കുന്നതാണ്. അപ്പോൾ ആ പ്രൊഫസർ സ്റ്റൈലിൽ ഞങ്ങളെ ക്ലാസ് എടുത്ത് തകർത്തു. ഓരോ ഷെയ്ഡിൽ മാറ്റി നിർത്തി ഹിസ്റ്ററി ക്ലാസ് കാര്യമായിട്ട് നടക്കുകയാണ് ഗൈസ്. They not interested to prepare to.
തൂത്തേക്കാവിൻ്റെ തോമ്പ് വിസിറ്റ് ചെയ്യാൻ പോകണം. അവിടെ ക്യാമറ അലൗഡ് അല്ല ഇൻസൈഡ്. അങ്ങനെ വാലി ഓഫ് കിങ്സ് എല്ലാം വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ കിങ്സിൻ്റെ തോമ്പെല്ലാം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത് വാലി ഓഫ് ക്യൂൻസ് ആണ്. അവിടെയാണ് ക്യൂൻസിൻ്റെയൊക്കെ തോമ്പ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ടിക്കറ്റൊക്കെ എടുത്തു. ഇവിടെ മോർണിംഗ് 6 to 5 PM വരെ എൻട്രി ഉള്ളൂ. നമ്മളപ്പോൾ അതിനുള്ളിൽ എൻട്രി ചെയ്യണം. ഇതിവിടെ ഫേമസ് ആയിട്ട് അറിയപ്പെടുന്നത് മോർച്ചറി ടെമ്പിളാണ്. മോർച്ചറി ടെമ്പിൾ ഓഫ് ഹാറ്റ്ഷെപ്സ്റ്റു ടെമ്പിൾ ആണെങ്കിലും പണ്ട് ഇത് ദ പ്ലേസ് ഓഫ് ബ്യൂട്ടി എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ദ പ്ലേസ് ഓഫ് റോയൽ ചിൽഡ്രൻ. അപ്പോൾ അങ്ങനെയാണിത്. കാരണം അവരുടെ തോംസ് ആണ്, ക്യൂൻസിൻ്റെ തോമ്പൊക്കെയാണ് ഇതിനുള്ളിൽ. അപ്പോൾ അങ്ങനെയാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. BC to 1130 BC അതിനുള്ളിലുള്ള കാലഘട്ടത്തിൽ ക്യൂൻസ്, പ്രിൻസസ്, പിന്നെ ഹൈ ഒഫീഷ്യൽ റാങ്കിങ്സ് ഒക്കെ ഉള്ളവരെയൊക്കെ ഇവിടെയാണ് അടക്കിയിരിക്കുന്നത്. വെസ്റ്റ് ബാങ്ക് ടൂറ് അവസാനിക്കും മുമ്പേ നമ്മൾ കൊളോസി ഓഫ് മെംനോൻ്റെ 2 ബിഗ് സ്റ്റാച്യു, മാസീവ് സ്റ്റോൺ സ്റ്റാച്യു ആണ് വിസിറ്റ് ചെയ്യുന്നത്. ഇതും കൂടെ വിസിറ്റ് ചെയ്ത് ഞങ്ങൾ ഇന്നത്തെ ഡേ ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് ഡേ നമ്മൾ ഈസ്റ്റ് ബാങ്ക് ടൂറിലേക്ക് പോവാം. വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗൈസ്, ലെക്ചറിൽ നമ്മുടെ സെക്കൻഡ് ഡേ ആണ്, ഞങ്ങളുടെ ലാസ്റ്റ് ഡേ കൂടിയാണ് ലെക്ചറിൽ. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ ലെക്ചറിൽ വെസ്റ്റ് ബാങ്ക് ആണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തത്. ഇത് ഈസ്റ്റ് ബാങ്ക് ആണ്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ഈസ്റ്റ് ബാങ്ക് ആൻഡ് വെസ്റ്റ് ബാങ്ക്. അപ്പം നമ്മൾ ഇന്നലെ വെസ്റ്റ് ബാങ്ക് എല്ലാം കവർ ചെയ്തു, അതിൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടു. അപ്പോൾ ഇന്നലെ ആയിരുന്നു ഞങ്ങളുടെ വെസ്റ്റ് ബാങ്ക് ടൂറ്. മോർണിംഗ് ഹോട്ട് എയർ ബലൂൺ എല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഫസ്റ്റ് കർണാക് ടെമ്പിളാണ്. ഇത് ഭയങ്കര ഹ്യൂജ് ആണ്. അപ്പോൾ ഇവിടെ ഒരുപാട് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നടക്കാനും കാണാനും ഒക്കെ ഉണ്ട്. ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാം കർണാക് ടെമ്പിളിൻ്റെ സ്പെഷ്യാലിറ്റീസൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ കർണാക് ടെമ്പിൾ വന്നു. ഇത് കഴിഞ്ഞിട്ട് ലക്ഷർ ടെമ്പിൾ. ഇത് രണ്ടുമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ബാക്കിയുള്ളതൊന്നും നമ്മൾ അങ്ങനെ ഞങ്ങൾ മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ആണ് കവർ ചെയ്യുന്നത്, കാരണം ഞങ്ങളുടെ ടൈം ഷോർട്ടേജും കാര്യങ്ങളും ഉള്ളതുകൊണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല ചൂടാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് നല്ല സെറ്റപ്പിലൊക്കെയാണ് വന്നത്. ഇന്നലെ ഞാൻ ക്യാപ്പൊന്നും എടുത്തില്ല, അതുപോലെ എൻ്റെ ഈ ഫാനൊക്കെ ഉണ്ടാവും, ഇതൊന്നും എടുത്തില്ല. ഇന്ന് ഇതാണ് എൻ്റെ രക്ഷ. അപ്പോൾ നമ്മുടെ ഈസ്റ്റ് ബാങ്ക് ടൂറിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന കർണാക് ടെമ്പിൾ. അപ്പോൾ പോകുന്നു. ഞാൻ ഇവിടുന്ന് കിട്ടിയ കുറച്ച് ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു മിനിയേച്ചർ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ് ഈ ഏരിയയുടെ. ആക്ച്വലി ഇത് ഭയങ്കര ഹ്യൂജ് ആണ്. അവർ പറയുന്നത് 2 lakh സംതിങ് ആണ് സ്ക്വയർ ഫീറ്റ് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. ആ എൻട്രൻസ് മെയിൻ ഗേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്രയും ലോങ് ആയിട്ടാണ് പോകുന്നത്. ടോട്ടൽ 2 lakh സംതിങ് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, അത്ര ഹ്യൂജ് ആണ്. ആർക്കിയോളജിസ്റ്റ് പറയുന്നത് ബിഗ്ഗസ്റ്റ് ടെമ്പിൾ ഓൺ എർത്ത് എന്നാണ്. പിന്നെ അവർ പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് ടെമ്പിൾ ഇൻ ദ വേൾഡ് എന്നാണ് പറയുന്നത്. സോ എന്തായാലും ഞാൻ ഇതിനകത്തൊന്ന് കയറി കറങ്ങും, പക്ഷെ എത്രത്തോളം ഞാൻ എവിടെയൊക്കെ കറങ്ങും എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇത്രയും ഇതിൽ കണ്ടപ്പോൾ തന്നെ ഹ്യൂജാന്ന് മനസ്സിലായി എനിക്ക്. അപ്പോൾ നമ്മൾ കർണാക് ടെമ്പിൾ വിസിറ്റിലേക്ക് കടക്കുകയാണ്. ഇവിടെ കർണാക് ടെമ്പിൾസിൻ്റെ ഓൾഡ് വ്യൂ ആണ്. എൻട്രി നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആട്ടോ.
ഇവിടെ സിറ്റിംഗ് ഇങ്ങനെ ബെഞ്ചസും കാര്യങ്ങളും ഉണ്ട് ഓരോ ഷെയ്ഡ്സിൽ. അല്ലെങ്കിൽ ഇത്രയും വെയിലത്ത് നമുക്ക് തളർന്നാലൊക്കെ ഇരിക്കണ്ടേ. അങ്ങനെ ഇവിടെ കയറി വന്നപ്പോൾ ഒരു പ്രത്യേകതരം പ്ലാന്റ് കണ്ടു. ഇതിനൊരു ഭയങ്കര സ്മെല്ലാണ്. ഇത് അടുത്തുണ്ടെങ്കിൽ മൊസ്കിറ്റോസ് വരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ബുദ്ധിപരമായ തീരുമാനം കണ്ടു. അങ്ങനെ ഗൈഡിനെ കൊണ്ട് അതിൻ്റെ സീഡ്സൊക്കെ എടുപ്പിച്ചു. ഇനി നാട്ടിൽ കൊണ്ടുപോയി ഇത് നട്ട് വളർത്താനുള്ള പ്ലാനാണ്. അങ്ങനെ ഞങ്ങൾ ഗൈഡ് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ലെക്സറിലുള്ള എൻ്റെ ഒരു മാപ്പൊക്കെ കാണിച്ചു തരാണ്. കർണാക് ടെമ്പിൾസ്, ലെക്സർ മ്യൂസിയം, പിന്നെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെയുള്ള ഒരു മാപ്പ് ഞങ്ങൾക്ക് കാണിച്ചു തരുവാണ്. കർണാക് ടെമ്പിളിൻ്റെ ഇൻസൈഡിലേക്ക് എൻട്രി ചെയ്യുവാണ്. പിന്നെ ഇതിൻ്റെ ഹിസ്റ്ററി ഒന്നും വലുതായിട്ട് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. കാരണം ഞാൻ ഹിസ്റ്ററിയിൽ വലിയ പണ്ഡിത്യമൊന്നും ഇല്ലായിരുന്നു. എങ്ങനെയൊക്കെ സ്കൂളിൽ എസ് ഒക്കെ കാണാതെ പഠിച്ചൊക്കെ പാസ്സായിന്നേ ഉള്ളൂ. അത് വീക്കായത് കാരണം ഇന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ വലുതായിട്ട് പറഞ്ഞുതരാൻ അറിയില്ലെങ്കിലും എനിക്ക് അറിയുന്ന കാര്യങ്ങൾ, ഇവിടെ വന്നറിയുന്ന കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പം നമുക്ക് അകത്തോട്ട് പോയി കാണാം. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം മിസ്സാക്കാതെ കാണുന്ന ഒരു പ്ലേസാണ് കർണാക് ടെമ്പിൾ. ഇവിടെ എല്ലാം സ്റ്റോൺ കൊണ്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. വളരെ ഓപ്പൺ ആയിട്ടുള്ളൊരു സ്പേസാണ്. ഇതിൽ ഈ ഒരു റൂം മാത്രം ഡാർക്കാണ്, ബാക്കി കംപ്ലീറ്റും ഓപ്പൺ സ്പേസാണ്. ഈ പില്ലേഴ്സൊക്കെ പണ്ട് അറിയപ്പെട്ടിരുന്നത് ഗ്രേറ്റ് ഹൈപ്പോസ്ട്രയൽ ഹാൾ എന്നാണ്. അതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് ഏതാണ്ട് 18th ഡൈനാസ്റ്റിയിലാണ്. കർണാക്കിൻ്റെ ഈ ഏരിയ അറൗണ്ട് എല്ലാം ഏൻഷ്യൻ ഈജിപ്തിൽ പെട്ടതാണ്. പിന്നെ ഈ പില്ലേഴ്സിൻ്റെ അവിടെ നിന്ന് എടുക്കുന്ന ഫോട്ടോസൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ശരിക്കും പറഞ്ഞ ഒരു വാൾപേപ്പറൊക്കെ ബാക്ക് സൈഡിൽ നിന്ന് തോന്നുന്ന രീതിയിലുള്ളതാണ്. പിന്നെ ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു പെർഫെക്റ്റ് സ്പോട്ടാണ് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടും. പക്ഷെ നല്ല ക്രൗഡഡ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വിസിറ്റ് ചെയ്ത് ഇറങ്ങണമെങ്കിൽ ഒരു 3 to 4 hours എന്തായാലും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും ഇതിനകത്ത്. അങ്ങനെ കർണാക് ടെമ്പിൾ വിസിറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ലക്ഷർ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. അത് അത്ര വലുതൊന്നും അല്ല, കർണാടകത്തിൻ്റെ അത്ര ഹ്യൂജൊന്നും അല്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ലേറ്റായി. അപ്പോൾ ഇവിടെ എൻട്രി ക്ലോസ് ചെയ്യണം. പിന്നെ ഞങ്ങൾക്ക് അധികം ടൈമും ഇല്ല. ഇന്ന് ഞങ്ങൾക്ക് തിരിച്ച് കെയറോയിലേക്ക് പോകണം. അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് ചുറ്റും ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത വ്ളോഗ് നമ്മൾ അടുത്ത സീരീസ് ആയിട്ട് കെയറോ ആണ്. അപ്പോൾ കെയറോ സീരീസ് ഒരുപാട് കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് അറിയാമല്ലോ, പിരമിഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡ് നിങ്ങൾ എന്തായാലും കാണുക. സൈനിങ് ഓഫ് ഫ്രം ലീവ് ഫോർ ട്രാവലിംഗ്.